കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥയെ മുഖ്യാതിഥിയാക്കിയതിൽ വിശദീകരണം തേടി VC. മുൻ നിശ്ചയിച്ച മുഖ്യാതിഥി മാറിയതിലാണ് സ്റ്റുഡൻസ് ഡീനിനോട് വിശദീകരണം തേടിയത്. UAPA കേസിൽ അറസ്റ്റിലായിരുന്ന പ്രബീർ പുരകായസ്ഥയെ സുപ്രീം കോടതി പിന്നീട് കുറ്റവിമുക്തനാക്കിയിരുന്നു. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, വിവരങ്ങൾ. ഇക്കഴിഞ്ഞ 11, 12, 13 തീയതികളിലായിരുന്നു കണ്ണൂർ സർവകലാശാലയുടെ സാഹിത്യോത്സവം നടന്നിരുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ, അതായത് 11-ാം തീയതി നടന്ന ഉദ്ഘാടന ചടങ്ങിലാണ് ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്ററും ഒപ്പം പ്രമുഖ എഴുത്തുകാരനുമായ പ്രബീർ പുരകായസ്ഥയെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ചത്. ആ ചടങ്ങിൽ നിന്ന് കണ്ണൂർ സർവകലാശാലയുടെ VC ഡോക്ടർ KK സാജു വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല സ്റ്റുഡൻറ് ഡീലിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല VC വിശദീകരണം തേടിയിരിക്കുന്നത്. ഡോക്ടർ നഫീസ ബേബിയോടാണ് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയിരിക്കുന്നത്. അതായത് ഈ പരിപാടിയിലേക്ക് പ്രബീർ പുരകായസ്ഥ പങ്കെടുക്കുന്ന കാര്യം VCയെ അറിയിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ പരിപാടിയുടെ മുഖ്യാതിഥിയായി ഒരു പ്രമുഖ ചലച്ചിത്ര താരം പങ്കെടുക്കുമെന്നായിരുന്നു കണ്ണൂർ സർവകലാശാല യൂണിയൻ അധികൃതർ VCയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ 11-ാം തീയതി, അതായത് ഉദ്ഘാടനം നടക്കുന്ന അന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പരിപാടിയിൽ ഇദ്ദേഹം മുഖ്യാതിഥിയായി എത്തും എന്ന കാര്യം അറിയിച്ചതെന്നാണ് VC പറയുന്നത്. മാത്രമല്ല, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് UAPA പ്രകാരം നേരത്തെ അറസ്റ്റിലായ പ്രബീർ പുരകായസ്ഥയെ സുപ്രീം കോടതി പിന്നീട് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും പക്ഷേ UAPA കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതാണ് ഒരുപക്ഷെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ ചൊടിപ്പിച്ചിരിക്കുന്ന വിഷയമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻറ് ഡീലിനോട് ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ അടുത്ത പ്രവൃത്തി ദിവസം, അതായത് തിങ്കളാഴ്ച, നാളെ വിശദീകരണം നൽകാനാണ് സ്റ്റുഡൻറ് ഡീലിനോട് കണ്ണൂർ സർവകലാശാല VC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധന്യ. ശരി സുനിൽ.